അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത്. നല്ലൊരു ഓറിയോ മിൽക്ക് ഷേക്ക്. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. 3 ഗ്ലാസ് മിൽക്ക് ഷേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റിലുള്ള ക്രീം മാറ്റിയിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം എന്നില്ല കേട്ടോ, കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ, അധികം പൊടിഞ്ഞു പോകരുത്. ഈ ബിസ്ക്കറ്റിലുള്ള ക്രീം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ മിൽക്ക് ഷേക്കിൽ തന്നെ ചേർക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജ്യൂസ് അടിക്കാൻ എടുക്കുന്ന ജാറിലേക്ക് 2 കപ്പ് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം. ഇനി കൂടുതൽ തണുപ്പ് വേണമെന്നുള്ളവർക്ക് പാൽ ഫ്രീസറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിയാക്കിയിട്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ വാനില ഐസ്ക്രീമും പിന്നെ ഓറിയോ ബിസ്ക്കറ്റുള്ള ക്രീമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞിരിക്കും. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അടിയിൽ കുറച്ച് സ്ഥലത്ത് മാത്രം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലും ചോക്ലേറ്റ് സിറപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലൈറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഈ ഭാഗത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയി കിട്ടിയിട്ടില്ല. ഗ്ലാസ് നിറയെ ജ്യൂസ് ഒഴിക്കണ്ട കേട്ടോ, ഒരു 1/4 ഭാഗത്തിനേക്കാളും കുറച്ചും കൂടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഈ ജ്യൂസിന് മുകളിൽ നന്നായിട്ട് പതയുള്ളതുകൊണ്ട് ഈ ബിസ്ക്കറ്റ് ജ്യൂസിൽ മിക്സ് ആയി പോകുന്നില്ല. നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഒരു സ്ട്രോ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അപ്പോൾ നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.